Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. എന്താ പേര്? ലിജി ജെയ്സൺ. ലിജിക്ക് എന്ത് പറ്റിയതാണ്? കഴുത്തിൽ മസിൽ ഹാർഡാണ്. ഒക്കെ മേലൊക്കെ വേദനയുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ കൊല്ലം ബാത്റൂമിൽ തലയടിച്ച് വീണു. ഡോക്ടർ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു അധികം കുമ്പിടാൻ പാടില്ല, തല അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. കഴുത്തിൽ കോളർ ഇട്ടിരുന്നു. കുറേ ആയുർവേദം കാട്ടി. പിന്നെ കഴുത്തിൽ ഭയങ്കര അസ്വസ്ഥത ബെൽറ്റ് ഇടുമ്പോൾ അത് ഊരി ഞരമ്പിന് പ്രയാസമുണ്ട്. തോൾപ്പറകയുടെ ആ ഭാഗം കൂടി ഞരമ്പിന് പ്രയാസം. ഏത് കൈയാണ് പ്രയാസമുള്ളത്? ആ മനസ്സിലായി, അവിടെ ഇട്ട പ്രയാസം. ആ കൈയൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ്, ആ മറ്റേ കൈയൊന്ന് കുടഞ്ഞ് അവിടെ തിരിച്ച് കൈ ഷോൾഡറിൻ്റെ ആ ഭാഗമൊക്കെ തിരിച്ച് നന്നായിട്ട് തിരിച്ച് കഴുത്തൊക്കെ തിരിച്ച്. ഇപ്പൊ വേദന ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ഏത് ഭാഗത്താണ്? ആ കൈയെടുത്ത്. യേശു നന്ദി, യേശു നന്ദി, ആമേൻ. ഒന്ന് തിരിച്ച്. എന്താ പറയുന്നു? കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ആമേൻ. കർത്താവിൻ കരങ്ങൾ കുറുകിയതല്ല, കർത്താവിൻ കാതുകളിൽ മാന്യമില്ല. കർത്താവിൻ കരങ്ങൾ കുറുകിയതല്ല, കർത്താവിൻ കാതുകളിൽ മാന്യമില്ല. ഇടം വലം തിരിയുന്നതറിയുമവൻ, ഇടറിടുമ്പോൾ ഇരുളകറ്റുമവൻ. ഇടം വലം തിരിയുന്നതറിയുമവൻ, ഇടറിടുമ്പോൾ ഇരുളകറ്റുമവൻ. കർത്താവിൻ കരങ്ങൾ കുറുകിയതല്ല, കർത്താവിൻ കാതുകളിൽ മാന്യമില്ല. ഈ മകന് അത്ഭുതമായിട്ട് നട്ടലിന് ഡിസ്കിന് സൗഖ്യം കിട്ടിയതാണ്. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് അൽജോ. ഞാൻ കണ്ടശാലയുടെ വന്ന് വരുന്നു. 4 കൊല്ലമായിട്ട് ഞാൻ ടെറസിൻ്റെ മേലിന്ന് വീണിട്ട് ESI ഹോസ്പിറ്റലിൽ ഞാൻ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ ജന്മനുള്ളതെന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ അത് വിശ്വസിച്ച് എന്നാലും എനിക്ക് വേന വരുന്നുണ്ട്. പണിക്ക് പോകുമ്പോഴേക്കും വേന വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അതിലെടുത്ത് നോക്കിയപ്പോൾ എല്ല് വീണ ഇതിൽ നീങ്ങിപ്പോയിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആ ഈ നമ്മൾ ഇരുന്ന ഇതിൽ സ്വല്പം അങ്ങനെ അടിഭാഗം, അതായത് ഈ കൂരയുടെ ഏറ്റവും ഈ താഴ്ഭാഗത്തെ എല്ല് അകന്നിരിക്കണം. ഇന്നലെ ആ മകന് ഇങ്ങനെ പറഞ്ഞു, വീഴ്ചയിൽ പറ്റിയ ക്ഷതമാണ് അല്ലേ, എല്ല് അകന്നിരിക്കണം. ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? ഡോക്ടർ പറഞ്ഞു ജന്മനുള്ളതാന്ന് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ് ജന്മനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ മകൻ്റെ ഈ ഭാഗത്ത് അല്ലേ, ആ ഭാഗത്തിൻ്റെ കൈ കൊണ്ട് ഒന്ന് തട്ടി, അവിടെ അകന്നു പോയിരിക്കുകയാണ്. തട്ടി പിന്നെ കുനിയാൻ പറഞ്ഞു, കുനിഞ്ഞു നിവർന്നു അല്ലേ. ഇപ്പം വേദന ഉണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒന്ന് കുനിഞ്ഞ് നിവർന്നേ, തിരിച്ച് നടത്തുന്നത്. ഒന്ന് ഇരുന്നീച്ചേ കണ്ടോ, എത്ര ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. മോനിത് എത്ര വർഷമായിട്ട് ഈ വേദനയുണ്ട്? 4 കൊല്ലമായിട്ടുണ്ട്. 4 കൊല്ലമായിട്ട് കഠിനമായിട്ട് ഈ വേദന ഉണ്ടല്ലേ. ഇത് ഈ മഴ വന്ന് പോകണം, ഇടയ്ക്ക് വേന വരും, ഗുളിക കഴിച്ചാൽ എന്നിട്ട് തന്നെ പോവും. എന്നിട്ട് മാറിയത് ഇപ്പോഴാണ്. ഞാൻ ഇപ്പൊ ഗോൾഡിന്റെ വർക്ക. സന്തോഷമായി, സന്തോഷമായി. യേശു
വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവരെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ എയ്ഡ്സ് രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ അപസ്മാര രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നട്ടെല്ലും നടുവും ശക്തി പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കിഡ്നി രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് പ്രവർത്തിച്ച വീര്യ പ്രവർത്തികൾക്ക്, അത്ഭുത പ്രവർത്തികൾക്ക്, മാനസാന്തരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. Jesus, you are my